ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട്, ജെമിനൈ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലെ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിൽ നിങ്ങൾക്കൊരു റീഡിംഗ് ചെയ്യണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. ഇല്ലച്ചാൽ എൻ്റെ ഇമെയിൽ ID ഉണ്ട്, അവിടെയും നിങ്ങൾക്ക് മെയിൽ അയക്കാം. അതുമല്ല വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കാം. അവിടെ ഞാൻ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽസ് അയച്ചു തരും. അപ്പോൾ എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ചെക്ക് ചെയ്യുക. മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് വരണതെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, അവരുടെ ഫ്യൂച്ചർ ആക്ഷൻ, ആൻഡ് എന്താണ് ഈ സിറ്റുവേഷനിൽ അവരുടെ ഇൻറ്റൻഷൻ, അതൊക്കെ നമ്മൾ നോക്കാൻ പോണത് ഇന്ന് ഈ റീഡിങ്ങിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. മെസ്സേജസ് എന്താ പറയണതെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ജെമിനായി, നിങ്ങളുടെ എന്താണ് മെസ്സേജസ് വരണതെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? ഓവറോൾ എനർജി നിങ്ങളുടെ 6 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി, ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി മജിഷ്യൻ. നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കിങ് ഓഫ് വാൻഡ്സ്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 4 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ 10 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ടെമ്പറൻസ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ, നിങ്ങൾ എടുക്കാൻ പോണ ഫ്യൂച്ചർ ആക്ഷൻ നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. ഈ പേഴ്സൺ എടുക്കാൻ പോണ ആക്ഷൻ ഫ്യൂച്ചറിൽ കിങ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ നിങ്ങൾ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ ജെമിന, ഇവിടെ ഞാൻ കാണുന്നത് 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ കുറേ എഫേർട്ട് ഇടണു, പക്ഷേ ആ സൈഡിൽ നിന്ന്, മറ്റേ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് എഫേർട്ട് കുറവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇംബാലൻസ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ 6 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്? അപ്പോൾ ഇവിടെ അതുകൊണ്ട് നിങ്ങൾ കുറേ റിജക്റ്റഡായി ഫീൽ ചെയ്യണു. എന്താ വെച്ചാൽ നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട്, ഓക്കെ, അവരുടെ ഭാഗത്തു നിന്നാണ് കുറവ്, ആ എഫേർട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ വിഷമമുണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ നിങ്ങളുടെ ഭാഗത്തിന് കുറേ ലവ് ഉണ്ട്. ഇവിടെ ക്വീൻ ഓഫ് കപ്സ് എനർജി ഇമോഷൻസിൻ്റെ എനർജിയാണ്. കുറേ ലവ് ഉണ്ട്, ഇമോഷണലി നിങ്ങൾ കുറേ കണക്റ്റഡ് ആയിപ്പോയി ഈ പേഴ്സൻ്റെ കൂടെ. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി മജിഷ്യൻ ആണ്. മജിഷ്യൻ ജെമിനൈ എനർജിയാണ് ആക്ച്വലി. പക്ഷേ അവർ പറയണതും ചെയ്യണത് വേറെ വേറെയാണ്. ഓക്കെ, അപ്പോൾ അവരുടെ മനസ്സിലുള്ളത് അവരുടെ മനസ്സിൽ എന്താണ് എക്സാക്ട്ലി ഉള്ളത് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല. എന്താ വെച്ചാൽ ഇവർ അങ്ങനെ ഒരു മജിഷ്യൻ്റെ മാതിരിയാണ്, ട്രിക്സ് കളിക്കണ പേഴ്സൺ. അവരുടെ ട്രിക്സിനെ റിവീൽ ചെയ്യില്ല. അവരുടെ മനസ്സിൽ എന്താല്ല വെച്ചാൽ അവർ ഒരിക്കലും റിവീൽ ചെയ്യില്ല. 3 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് ഇതിൽ ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ആക്ഷനും ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മാതിരി അവർ പറയണത് ഒന്നാണ്, ചെയ്യണത് ഒന്നാണ്, വിചാരിക്കണത് ഒന്ന്, അവരുടെ മനസ്സിലുള്ളത് വേറെ എന്തോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ കുറച്ചൊരു എന്താ പറയുക, ഒരു സ്റ്റാഗ്നേഷൻ ഞാൻ കാണുന്നുണ്ട് ഈ പേഴ്സൻ്റെ. പിന്നെ മറ്റേ കാര്യം എന്താ വെച്ചാൽ ഇവരെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഇതൊരു ഇംബാലൻസ്ഡ് എനർജിയാണ്. ഞാൻ പറഞ്ഞ പോലെ എഫേർട്ട് ഒരു സൈഡിൽ നിന്നേ ഉള്ളൂ.
നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് കുറേ സ്ലോ മൂവിങ് എനർജിയാണ് ഇവിടെ. അപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജിയും കാണാണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുറേ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട് ഇവിടെ. ഈ സിറ്റുവേഷനിൽ പ്രോഗ്രസ് ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അതുമാത്രമല്ല, ഈ പേഴ്സൺ എന്താണ് എന്നെ അവർ പറയുന്നുണ്ട് അവർക്ക് ഞാൻ ഇഷ്ടമാണ്, പക്ഷെ ഉണ്ടായാലും അവരുടെ ഭാഗത്തിന് എഫേർട്ടില്ല. അതെന്താണ് അങ്ങനെ? അപ്പോൾ അങ്ങനെ കുറേ തോട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഇപ്പോൾ. അപ്പോൾ കിങ് ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഈ പേഴ്സൺ ആക്ഷൻ എടുക്കണം. അവരുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ അവർ തുറന്ന് പറയണം. കിങ് ഓഫ് വാൻഡ്സ് ഒരു പാഷൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ആ പാഷൻ ഇവിടെ നിങ്ങൾക്ക് കാണില്ല. ടവർ എനർജീൻ്റെ ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു ഷോക്കിംഗ് റെവലേഷൻ്റെ എനർജി ആവാം. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഈ പേഴ്സൺ എന്തെങ്കിലും ഒരു സഡൻ ചേഞ്ചോ ഇല്ലച്ച ഒരു സഡൻ ആക്ഷൻ എടുത്താലേ ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഈ പേഴ്സൻ്റെ അപ്രോച്ച് തന്നെ മുഴുവൻ അവർക്ക് മാറണം. അവർ ഇപ്പോൾ ചെയ്യണത് പറഞ്ഞാൽ അവർ ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കണില്ല, പക്ഷെ അവരുടെ ഭാഗത്തിന് അവർക്ക് കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് വരുത്തണം. അപ്പോഴാണ് ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും മുമ്പോട്ട് പോലൂ. നിങ്ങൾ ഈ പേഴ്സൻ്റെ അടുത്ത് നിന്ന് കുറേ ബ്ലോക്ക്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടാവും ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴേക്കൊക്കെ ഒരു ബ്ലോക്ക്, ഒരു തടസ്സം വരും. അപ്പോൾ ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇവരുടെ ഭാഗത്തിന് അവർ മുഴുവനെ കമ്മിറ്റ് ചെയ്തിട്ടില്ല ഈ റിലേഷൻഷിപ്പിൽ. എന്താ വെച്ചാൽ അവർക്ക് റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്, പക്ഷേ എന്തോ അവർ വിഡ്രോ ചെയ്ത് വെക്കണു. പറഞ്ഞാൽ മുഴുവനെ അവർ കമ്മിറ്റും ചെയ്യണില്ല. അതുമാതിരി അവർക്ക് ഫീലിങ്സ് ഇല്ല എന്നുമല്ല, ഫീലിങ്സ് ഉണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ബ്ലോക്ക്ഡായി ഫീൽ ചെയ്യണത്? അതാണ് നമ്മൾ നോക്കാൻ പോണത് ഇപ്പോൾ. കിങ് ഓഫ് സോഡ്സ് കുറേ ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് അവർ ബിഹേവ് ചെയ്യാറ്. ഓക്കെ, ചില സമയത്ത് കുറേ റൊമാൻറ്റിക് ആവും, പിന്നെ ചില സമയത്ത് അവരൊരു കെയർ ഇല്ലാത്ത മാതിരി ബിഹേവ് ചെയ്യും. അതുകൊണ്ട് നിങ്ങളും കൺഫ്യൂസ്ഡ് ആണ്. ഈ പേഴ്സൻ്റെ എന്താ മനസ്സിൽ എക്സാക്ട്ലി ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്. നിങ്ങൾക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം, ഫാമിലി വേണം, കുട്ടികൾ വേണം. 9 ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളിപ്പോൾ ഒരു സിംഗിൾ എനർജിയിലാണ്. അപ്പോൾ സിംഗിളിന് ഒരു മാരേജിലേക്ക് പോകണം എന്നുണ്ട് നിങ്ങൾക്ക്. പക്ഷേ ഇവിടെ എന്തോ ഈ സിറ്റുവേഷനിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ് ഇത് മുമ്പോട്ട് പോവാത്തതെന്ന്. അപ്പോൾ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് ഇവിടെ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ടെമ്പറൻസ് ആണ്. അവർ ഇവിടെ ഒരു ബാലൻസ് ആണ് കൊണ്ടുവരാൻ നോക്കണത് ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ അവരുടെ ഭാഗത്തിന് അവരൊരു ചേഞ്ച് വരുത്താൻ നോക്കുന്നുണ്ട് അവരുടെ ബിഹേവിയറിലും അവരുടെ ആക്ഷനിലും. ഇപ്പോൾ തൽക്കാലം അവർ കുറേ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കണു, പക്ഷേ സമയമെടുക്കും. എന്താ വെച്ചാൽ ഇപ്പോഴും അവർ കുറച്ചൊരു ഹെർമിറ്റ് എനർജിയിലാണ്. ഹെർമിറ്റ് എനർജി ഒരു ഐസൊലേറ്റഡ് എനർജിയാണ്. അപ്പോൾ ഇതുവരെ അവർ ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷേ ആക്ഷൻ എടുക്കാൻ അവരുടെ സമയമായിട്ടില്ല. അവരെല്ലാം കാര്യങ്ങളും നല്ല പോലെ ആലോചിച്ചിട്ടാണ് അവർക്ക് ആക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ അത് അവർ ഇങ്ങനെ ഒരു ഹെർമിറ്റ് സ്റ്റേജിലാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തിന് ആക്ഷൻ നൈറ്റ് ഓഫ് സോഡ്സ്, എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആണ് ആക്ഷൻ എടുക്കുന്നുണ്ടാവുക. നിങ്ങളാണ് ഈ പേഴ്സണെ അപ്രോച്ച് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടാവുക. എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്. നിങ്ങൾക്ക് ഉടനെ ഒരു ആൻസർ വേണം എന്നുണ്ടാവും. അപ്പം നിങ്ങൾ ഈ പേഴ്സണോട് കാര്യങ്ങൾ സ്ട്രെയിറ്റായി സംസാരിക്കാൻ പോകുന്നുണ്ട്. ഒരു സ്റ്റാഗ്നൻറ്റ് ഫേസിന് നിങ്ങൾക്ക് പുറത്തു വരണമെന്നുണ്ട്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്നാണ് ഉണ്ടാവുക. ഈ പേഴ്സൻ്റെ ആക്ഷനിൽ കിങ് ഓഫ് കപ്സ്. അപ്പോൾ കിങ് ഓഫ് കപ്സ് ഒരു വെരി മെച്ചോർഡ് എനർജിയാണ്, ഇമോഷണലി മെച്ചോർഡ് എനർജിയാണ്, ഒരു ഡിപ്ലോമാറ്റിക് എനർജിയുമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ട് ആൻസർ കിട്ടാൻ പോകുന്നില്ല. എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ എനർജിയിൽ ഡെവിലുണ്ട്. അപ്പോൾ അവർ ഇമോഷണലി നിങ്ങളെ എവിടെയോ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടോയെന്ന് ആണ് എനിക്ക് സംശയമുള്ളത്. ഏസ് ഓഫ് വാൻഡ്സ് ഇവിടെ കുറേ പാഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് മേ ബി ഫിസിക്കലി ഒരു റിലേഷൻഷിപ്പിന് ഓക്കെ ആയിരിക്കും, പക്ഷേ ഇമോഷണലി അവർ അവൈലബിൾ അല്ല. അങ്ങനത്തെ എനർജിയും കാണാണ്ട് ഇവിടെ. അപ്പോൾ ഔട്ട്കം ആയിട്ട് ജസ്റ്റിസ്. ഔട്ട്കമ്മിൽ ഞാൻ കാണുന്നത് ഫെയർനെസ് ആണ്, കർമ്മയാണ്, ബാലൻസ് ആണ്. ഓക്കെ, ഇവിടെ കുറേ കൺഫ്യൂഷൻ ഉള്ള എനർജി കാണാണ്ട്. അപ്പോൾ ആ കൺഫ്യൂഷൻ്റെ എനർജീന്ന്
നിങ്ങൾ ഞാൻ കാണുന്നത് ഈ പേഴ്സൻ്റെ അടുത്ത് തന്നെ എന്തെങ്കിലും ഒരു ക്ലിയറായി ഉത്തരമാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണത്. കുറച്ചൊരു ചാലഞ്ചിങ് സമയമായിരിക്കാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും പേഷ്യൻ്റ്ലി ഈ പേഴ്സൻ്റെ ആൻസറിന് വേണ്ടിയിട്ട്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. എംപറർ എനർജി ഉണ്ട് ഇവിടെ. ഈ പേഴ്സൺ ഒട്ടും അവരുടെ ഫീലിങ്സ് ഓപ്പണായി പറയാറില്ല, തുറന്ന് പറയാറില്ല. കുറേ സ്ട്രെസ്സും ആങ്സൈറ്റി അതുകൊണ്ടാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല ഈ പേഴ്സൻ്റെ മനസ്സിൽ എന്താണെന്ന്. അപ്പോൾ കുറേ ഹിഡൻ ഫീലിങ്സ് ഉണ്ട് ഇവിടെ, കുറേ സീക്രറ്റ്സ് ഉണ്ട് ഇവിടെ. അതൊക്കെ തുറന്ന് സംസാരിക്കുമ്പോഴാണ് ഇവിടെ ക്ലാരിറ്റി കിട്ടുള്ളൂ. പക്ഷേ 9 of Cups ഇവിടെ പറയണത് യൂണിവേഴ്സ് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവും. 10 of Cups. അപ്പോൾ 9 of Cupsന് 10 of Cupsലേക്ക് നിങ്ങൾ പോവുന്നുണ്ട്. പക്ഷെ അത് വരെ എത്താൻ ആ സ്റ്റേജ് വരെ എത്താൻ കുറേ സമയമുണ്ട്. അതിന് പറഞ്ഞാൽ കുറേ സമയം എടുക്കും, കുറേ എഫേർട്ടും എടുക്കും ആ സ്റ്റേജ് വരെ എത്താൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്, നിങ്ങൾക്ക് എന്താണ് പറയേണ്ടത് ഈ പേഴ്സണിന്? ഐ വിഷ് ഐ ഹാഡ് ട്രീറ്റഡ് യു ബെറ്റർ എന്ന് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്തിന്. ഈ പേഴ്സൺ പറയണത് ഐ വിഷ് ഐ കുഡ് ഷെയർ മൈ ഗുഡ് ന്യൂസ് വിത്ത് യു. നിങ്ങൾ പറയണത് ഐ ലെഫ്റ്റ് വെൻ ഐ സോ യു വിത്ത് സമ്മൺ. ഇവർ പറയണത് ഐ ഹോപ്പ് ദാറ്റ് യു ക്യാൻ ഫൊർഗിവ് മീ വൺ ഡേ. നിങ്ങൾ പറയണത് ഐ ലെഫ്റ്റ് യു ബിഫോർ യു കുഡ് ലീവ് മീ. ആൻഡ് ഇവർ പറയണത് ഐ ആം സോ അട്രാക്റ്റഡ് ടു യു. അപ്പോൾ ഇതാണ് മെസ്സേജസ് വന്നിരിക്കണേ. ഇവിടെ സൈൻസ് കുറേ പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ ഉണ്ട്. ആൻഡ് അക്വേരിയസ്, ലീബ്ര, ജെമിനായി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മേജർ സൈൻസ് ഇവിടെ കാണുന്നത്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു എന്ന്. ലിയോ എനർജീൻ്റെ ഏരീസും ഉണ്ട്. ലിയോ, ഏരീസ്, സാജിറ്റേറിയസ്, വെർഗോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സൈൻസ് ഇവിടെ കാണാണ്ട്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു എന്ന്. റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.